ഹായ് കൂട്ടുകാരെ, എൻ്റെ സുജ ഫാം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കട്ട്ലേറ്റിന്റെ റെസിപ്പിയാണ്. ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും കൃത്യമായ അളവുകൾ താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 250 ഗ്രാം ചിക്കൻ മിക്സിയിലിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുക. 250 ഗ്രാം ഉരുളക്കിഴങ്ങ് വേവിച്ചത് പൊടിച്ചെടുക്കുക. ഉള്ളി വഴറ്റാൻ പാകത്തിനുള്ള എണ്ണ എടുക്കുക. 2-3 സവാള അരിഞ്ഞത് മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് വഴറ്റുക. സവാളയൊന്ന് വഴന്നു വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തത് നമുക്കിടാം. 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റുക. 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് വഴറ്റാം. ചുമക്കുന്നിടം വരെ വഴറ്റിയിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ചുമക്കുന്നിടം വരെ വഴറ്റുക. ഇനി നമുക്ക് പൊട്ടറ്റോ ഉടച്ച് വെച്ചതും കൂടി ഇട്ട് വഴറ്റി നല്ലപോലെ യോജിപ്പിക്കാം. അതിനുശേഷം ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ലേശം ഉപ്പും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുക. പൊടിച്ചു വെച്ച ചിക്കനൂടെ നമുക്ക് അതിനകത്തിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ശകലം മല്ലിയിലയും കൂടെ ഇടാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയിലയാണ്. നിങ്ങൾക്ക് മറ്റേ മല്ലിയിലയാണെങ്കിലും എടുക്കാം. 4 പീസ് ബ്രെഡ് മിക്സിയിൽ പൊടിച്ചത്, 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസ് പരുവത്തിൽ നമുക്ക് അത് കലക്കിയെടുക്കാം. ഇത് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കട്ട്ലേറ്റിന് വഴറ്റി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിന്റെ മിക്സ് എടുത്ത് നമുക്ക് കൈ കൊണ്ട് ഓരോ ഷേപ്പ് ചെയ്ത് വെക്കാം. പിന്നെ സ്പൂൺ കൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോ കട്ട്ലേറ്റ് എടുത്ത് കോൺഫ്ലവറിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിച്ചതിനകത്ത് നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടേച്ച് എണ്ണ ചൂടായതിനകത്തിട്ട് വറുത്ത് പോരാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വറുത്ത് കോരിയെടുക്കാൻ, അല്ലെങ്കിൽ കട്ട്ലേറ്റ് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.